ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനി ഇൻ ആബ്സെൻസിയ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജയൻ തോമസ് വികാരി ജനറൽ, ഇവിടെ പ്രാർത്ഥന നേതൃത്വം നൽകിയ പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ സ്കറിയ എബ്രഹാം വികാരി ജനറൽ, നമ്മയെല്ലാം സ്വാഗതം ചെയ്ത റവറൻഡ് തോമസ് സക്കറിയ, ഡയസിഷൻ സെക്രട്ടറി ആൻഡ് ഡയറക്ടർ TMAC, ശ്രീ ജോജി ചെറിയാൻ, ഡയസിഷൻ ട്രഷറർ, റവറൻഡ് രഞ്ജി വർഗീസ്, ഡയറക്ടർ MCPC, വേദിയിലെ സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ പിതാവിൻ്റെ അനുസ്മരണ ദിനം ആഘോഷിക്കുമ്പോൾ അനുസ്മരണ പ്രഭാഷണത്തിനായി എന്നെ പ്രത്യേകം ക്ഷണിച്ച അഭിവന്യ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനിയോടും ബഹുമാനപ്പെട്ട തോമസ് സക്കറിയാസ് അച്ഛനോടും ഇതിൻ്റെ സംഘാടകരോടുമുള്ള എൻ്റെ നന്ദി ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഞാൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫർഗൻ മെത്രാപ്പോലീത്തായെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ചിലതെല്ലാം വായിക്കുകയുണ്ടായി, യൂട്യൂബ് നോക്കി, പാട്ടുകൾ കേട്ടു. അപ്പോഴെനിക്ക് ഒരു പുതിയ ലോകത്തിലേക്ക് ഇതുപോലെ ഒരു വ്യക്തിത്വം ഇവിടെ ജീവിച്ചിരുന്നോ എന്ന് എനിക്ക് അതിശയം, ഇത് വെറും ഭംഗി വാക്കല്ല, അതിശയത്തോടു കൂടിയാണ് എനിക്കത് കേൾക്കാൻ, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ബഹുമുഖ പ്രതിഭ, ഒരു മനുഷ്യ ജീവിതത്തിൽ ഇത്രയൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുമോ? അതിൻ്റെ പകുതിയെങ്കിലും ദൈവമേ എനിക്കൊന്ന് ചെയ്യാൻ, ഒരു മെത്രാനായി ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്ര ധന്യമായി തീർന്നേനെ എന്ന് ഞാൻ സ്വഗതമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഇവിടെ ബഹുമാനപ്പെട്ട ജയൻ തോമസ് അച്ഛൻ വളരെ മനോഹരമായി ഞാൻ പറയേണ്ട പല കാര്യങ്ങളും നേരത്തെ എങ്ങനെയോ അറിഞ്ഞ് അത് ഇവിടെ പ്രഭാഷണം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ അധികമൊന്നും പറയാനില്ല, എങ്കിലും ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഞാനിവിടെ വായിക്കാം. ഈ അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രചോദനാത്മകമായിരുന്നു, മാതൃകാപരമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ജയനച്ചൻ പറയുകയുണ്ടായി. വളരെ ശരിയാണ്. ഒരു മനുഷ്യായുസ്സിൽ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് സ്വയം ഒന്ന് ചിന്തിക്കാനും അവലോകനം നടത്താനുമുള്ള ഒരു വേദിയാണ് ഇതുപോലെയുള്ള അനുസ്മരണ അവസരങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാളെയാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാവുന്ന, അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ലോകത്തിൽ വച്ചിട്ട് പോയ, നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് പോയ ആ ഒരു ജീവിതമാണ്. ആ ജീവിത പാത പിന്തുടരുന്നതിനും അറ്റ്ലീസ്റ്റ് നല്ല മനുഷ്യരായി ജീവിക്കുന്നതിനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതം കാരണമാകട്ടെ എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. അഭിവന്യ പിതാവിൻ്റെ സ്മരണ ഭാവി തലമുറകൾക്ക് അനുഭവവേദ്യമാകുന്നത് ഇത്തരം പങ്കുവയ്ക്കലിലൂടെയും സാക്ഷ്യങ്ങളിലൂടെയുമാണ് എന്നതാണ് വാസ്തവം.
അതിനാൽ തന്നെ ഇതിൻ്റെ സംഘാടകരെ എല്ലാം പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. മാർത്തോമാ സഭയിലും എനിക്ക് ഒത്തിരിയേറെ കൂട്ടുകാർ മാർത്തോമാ സഭയിലുണ്ട്. ബർണബാസ് പിതാവ്, എൻ്റെ റാന്നി ബർണബാസ് പിതാവിൻ്റെ ഒരു നല്ല അഭ്യുദയകാംക്ഷിയും എൻ്റെ ഒരു കൂട്ടുകാരനുമാണ്. അതുപോലെ തന്നെ അൽമായര് ഒരുപാട് പേര് ഞാൻ സ്വാഭാവികമായി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ പ്രമുഖർ, മാർത്തോമാ സഭയിലെ പ്രമുഖരായ പലരും എൻ്റെ കൂട്ടുകാരായിട്ടുണ്ട്. മാർത്തോമാ സഭയിലും പൊതുസമൂഹത്തിലും അഭിവന്ദ്യ സക്കറിയാസ് മാർ തിയോഫിലോസ് തിരുമേനിയെ അറിയാവുന്ന, തിരുമേനിയുടെ കൂടെ പ്രവർത്തിച്ച നിങ്ങളുടെ മുൻപിൽ അഭിവന്ദ്യ പിതാവിനെ സംബന്ധിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുക എന്നത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഒരു മെത്രാനായിട്ട് ഏകദേശം 3 വർഷം പൂർത്തിയാക്കിയ ഞാൻ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇത് വളരെ വിശേഷപ്പെട്ട ഒരു അവസരമായി കാണുകയാണ്. പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തെ കൂടുതൽ അറിയുവാനും അതിൻ്റെ വളർച്ചയിൽ അഭിവന്ദ്യ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത വഹിച്ച പങ്ക് എത്രമാത്രമാണെന്ന് കൂടുതൽ ആഴത്തിൽ അറിയാനും സാധിച്ചു എന്നത് സത്യസന്ധമായ ഒരു വസ്തുതയാണ്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ അധ്യാപകനായും ഹോസ്റ്റൽ വാർഡനായും ബർസാറായും പ്രിൻസിപ്പലായും പ്രവർത്തിച്ചതുകൊണ്ട് നാനാജാതി മതസ്ഥരായ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പ്രത്യേകിച്ച് മാർത്തോമാ സഭയിൽ നിന്നും ഈ ദിവസങ്ങളിൽ അഭിവന്ദ്യ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്തായെക്കുറിച്ച് അവരുമായി സംസാരിക്കുമ്പോൾ 10 വർഷത്തിനിപ്പുറവും അഭിവന്ദ്യ പിതാവിനെ കുറിച്ചുള്ള ദീപ്തമായ ഓർമ്മകൾ ഈ സമൂഹത്തിനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ എന്ന ആത്മകഥ ഈ ദിവസങ്ങളിൽ വായിച്ച് പിതാവിനെ കൂടുതൽ അറിയാൻ പരിശ്രമിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ മാർത്തോമാ സഭയ്ക്ക് മാത്രമല്ല, കേരള സഭയ്ക്കും പൊതുസമൂഹത്തിനും ദൈവം കരുതി വച്ചിരുന്ന വരദാനമായിരുന്നു ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി എന്ന് നിസ്സംശയം പറയാം. പൊതുസമൂഹത്തിലും മാരാമൺ കൺവെൻഷനിലുമുള്ള അഭിവന്ദ്യ പിതാവിൻ്റെ ചിന്തകൾ ഈ ദിവസങ്ങളിൽ യൂട്യൂബ് വഴി ഞാൻ കേൾക്കുന്നതായിരുന്നു. എത്രമാത്രം ലളിതവും എന്നാൽ ആഴത്തിലുമുള്ള അഭിവന്ദ്യ പിതാവ് പൊതുസമൂഹത്തോടും വിശ്വാസികളോടും സംസാരിക്കുന്നത് ഞാൻ ചിന്തിച്ചു. അതുപോലെ ഒരു വൈദികനായും മെത്രാനായും അഭിവന്ദ്യ പിതാവ് എന്തുമാത്രം പ്രവർത്തനമാണ് തൻ്റെ ഇടയ ശുശ്രൂഷയിൽ ചെയ്തത് എന്നും ചിന്തിക്കുകയുണ്ടായി. എങ്ങനെയാണ് പിതാവിന് ഇത് സാധിച്ചത്? ഞാൻ 1-2 ആയിട്ട് അത് കുറിച്ചിരിക്കുകയാണ്. ഒന്നാമതായി, അഭിവന്ദ്യ പിതാവിൻ്റെ ആഴത്തിലുള്ള ദൈവവിശ്വാസവും പ്രത്യാശയുമായിരുന്നു. പിതാവിൻ്റെ പേരിൽ തന്നെ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതിഫലനമുണ്ട്. അത് അഭിവന്ദ്യ പിതാവിൻ്റെ ജനനം നിരണത്തായിരുന്നു എന്ന് നമുക്കറിയാം. നിരണം മട്ടക്കിൽ VK ഉമ്മൻ്റെയും മറിയാമ്മ ഉമ്മൻ്റെയും മകനായി 1938 ഓഗസ്റ്റ് 29 ജനിച്ചു. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച പള്ളികളിലൊന്ന് നിരണത്തായിരുന്നുവെന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ വിശ്വാസത്തിൻ്റെ പൈതൃകം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സക്കറിയാസ് എന്ന പേര് ദൈവം ഓർക്കുന്നു, അല്ലെങ്കിൽ ദൈവം തൻ്റെ വാഗ്ദാനം ഓർക്കുന്നു എന്നതാണ് അർത്ഥമാക്കുന്നത്. സക്കറിയാസ് എന്ന പേര് പ്രവാചകനായ സക്കറിയായെയും ലൂക്കാസ് സുവിശേഷത്തിലെ പുരോഹിതനായ സക്കറിയാസിനെയും ഓർമ്മിപ്പിക്കുന്നു. പഴയ നിയമത്തിലെ പ്രവാചകനായ സക്കറിയായെ പോലെ തിരുമേനിയും വിശ്വാസികളോട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള വ്യക്തിപരമായ വിശ്വാസം വചനങ്ങളിലൂടെ മാത്രമല്ല, സേവനത്തിലൂടെയും പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് ദരിദ്രർക്കും അവഗണിക്കപ്പെട്ടവർക്കും വഴിതെറ്റിയവർക്കും. ബൈബിളിലെ സക്കറിയാസിനെ പോലെ തിരുമേനിയും തൻ്റെ ജീവിതത്തിലും വചനങ്ങളിലും
ദൈവം തൻ്റെ ജനങ്ങളെ ഓർക്കുന്നു എന്ന സത്യത്തെ നിരന്തരം പ്രഖ്യാപിച്ചു. ദൈവത്തോടുള്ള വിശ്വാസത്തിലും അവിടുത്തോടുള്ള പ്രത്യാശയിലും ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ചു. ദൈവം തൻ്റെ മക്കളെയും വാഗ്ദാനങ്ങളെയും ഒരിക്കലും മറക്കുന്നില്ലെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ തെളിയിച്ചു. ആത്മീയ പരിപാലനം, സാമൂഹിക സേവനം എന്നിവ ദൈവം വിശ്വസ്തനാണെന്ന സത്യം പഠിപ്പിക്കുവാനുള്ള മാർഗമായിരുന്നു. രോഗവും കഷ്ടപ്പാടുകളും നേരിട്ട സമയങ്ങളിലും ദൈവത്തിൻ്റെ പദ്ധതികൾ എല്ലായ്പ്പോഴും സ്നേഹത്തിൻ്റെയും കരുണയുടെയും വഴികളാണെന്നുറപ്പുള്ള പ്രത്യാശയോടെ അദ്ദേഹം ജീവിച്ചു. എൻ്റെ ദൈവം എന്നെ ഓർക്കുന്നു, ഞാൻ ചെയ്യുന്ന എല്ലാറ്റിലും ഞാൻ അവനെ ഓർക്കും എന്ന ആഴമായ ബോധ്യം പിതാവിനുണ്ടായിരുന്നു. തെയോഫിലോസ് എന്ന പേര് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള ഒരു വാക്കാണ്. ഇത് 2 പദങ്ങളാൽ രൂപം കൊള്ളുന്നു. ഒന്ന് തെയോസ്, അതായത് ദൈവം; ഫിലോസ്, സ്നേഹിതൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ. ദൈവത്തിനെ സ്നേഹിക്കുന്നവൻ എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. അതിനാൽ തെയോഫിലോസ് എന്നത് ദൈവത്തിൻ്റെ സ്നേഹിതൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ എന്നർത്ഥമാണ്. ദൈവത്തിൻ്റെ സേവകനും ദൈവത്തിൻ്റെ സ്നേഹിതനുമായിരുന്നു പിതാവ് അബ്രഹാം. ദൈവത്തിൻ്റെ സ്നേഹിതൻ യാക്കോബ് 2:23 നാം വിളിക്കപ്പെടുന്നു. അബ്രഹാമിനെ പോലെ തിരുമേനിയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും ദൈവം കാണിച്ച വഴികളിലൂടെ ഉറച്ച വിശ്വാസത്തോടെ നീങ്ങുകയും ചെയ്തു. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള അടുപ്പത്തിലും ദിനംപ്രതി നടന്നുപോയ ഒരു ജീവിതം. യോഹന്നാൻ സുവിശേഷം 15:15 വായിക്കുന്നു, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ദൈവപിതാവ് തൻ്റെ ഏകജാതനിലൂടെ ലോകത്തിന് നൽകിയ സ്നേഹം തെയോഫിലോസ് എന്ന പേരിലൂടെ അഭിമന്യ പിതാവ് നമുക്കും തന്നെ സമീപിച്ചവർക്കും എത്തിച്ചേർന്നിടത്തും നൽകുകയുണ്ടായി. ക്രിസ്തുവുമായുള്ള ആ സ്നേഹബന്ധം തന്നെയാണ് തിരുമേനിയുടെ ജീവിതത്തിലും പ്രതിഫലിച്ചത്. വിശ്വാസം ഒരു ആശയമായിട്ടല്ല, ജീവിക്കുന്ന ഒരു ബന്ധമായിരുന്നു. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും വേദനയുടെയും രോഗത്തിൻ്റെയും ദിവസങ്ങളിലും അദ്ദേഹം ദൈവത്തിലേക്കുള്ള പൂർണ്ണമായ ആശ്രയവും നന്ദിയും പ്രകടിപ്പിച്ചു. രോഗശയ്യയിൽ പോലും അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന താങ്ക് യു ജീസസ് എന്ന വാക്കുകൾ ദൈവത്തോടുള്ള ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും തെളിവായിരുന്നു. അഭിമന്യ തിരുമേനിയുടെ പിതാവ് VK ഉമ്മനും മാതാവ് മറിയാമ്മയും പിതാവിൻ്റെ ജീവിത വിശ്വാസ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അഞ്ചൽ മാസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റ്മാൻ ആയിരുന്ന പിതാവും മാതാവും കുട്ടിയായിരിക്കുമ്പോൾ ബൈബിൾ കഥകൾ വിശുദ്ധനായ ഫാദർ ഡാമിയൻ്റെയും ആഫ്രിക്കൻ മിഷണറിയായ ഡേവിഡ് ലിവിങ്സ്റ്റൺ, ജാപ്പനീസ് മിഷണറിയായ ടോയോഹിക്കോ കഗാവയെ പോലെയുള്ള മിഷണറിമാരുടെ ജീവിതാനുഭവങ്ങൾ ഒക്കെ പങ്കുവച്ചു കൊടുത്തപ്പോൾ അവയെല്ലാം പിതാവിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയായിരുന്നു. തിരുമേനിയുടെ പല പ്രസംഗങ്ങളും ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കേൾക്കുകയുണ്ടായി. അത് ഒന്നിൽ തിരുമേനി ഇപ്രകാരം ഒരു സംഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റനെ കണ്ടെത്താനായി പോയ സ്റ്റാൻ എന്ന വ്യക്തിയുടെ അനുഭവമാണത്. If I have stayed with Livingston some more time, I would have never come back. ഒരു മിഷണറി ആകാനായിട്ട് അത്ര വലിയ സ്വാധീനമാണ് ആ കഥകളിലൂടെ മാതാപിതാക്കന്മാർ അദ്ദേഹത്തിന് നൽകിയത്. രണ്ടാമതായി, അഭിമന്യ പിതാവിൻ്റെ ജ്ഞാനസമ്പൂർണമായ ജീവിതമായിരുന്നു. അഭിമന്യ പിതാവിൻ്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ എങ്ങനെയാണ് വിശ്വാസവും അറിവും ഒരു ശിഷ്യനാകാൻ പിതാവിനെ സഹായിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. പ്രാഥമിക വിദ്യാഭ്യാസം നിരണം സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ ആയിരുന്നല്ലോ. തുടർന്നുള്ള പഠനം ചങ്ങനാശ്ശേരി NSS കോളേജിലും ആലുവ UC കോളേജിലും തിരുവല്ല ടൈറ്റസ് സെക്കൻഡ് ടീച്ചേഴ്സ് കോളേജിലും BScയും B.Edഉം പഠിച്ചു. 1959 മുതൽ ആലുവ സെറ്റിൽമെൻറ്റ് സ്കൂളിലും
1961 മുതൽ പെരുമ്പാവൂർ ആശ്രമം ഹൈസ്കൂളിലും അധ്യാപകനായും സേവനമനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസവും അറിവും ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തിരുമേനി പരിശ്രമിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് UC കോളേജിലെ പഠനത്തിന് ശേഷം നിയുക്ത അധ്യാപകനായ തിരുമേനി മാർത്തോമാ സഭയിലെ വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുല സംഭാവനകൾ നൽകിയ അഭിയന്യ മാത്യൂസ് മാർ അത്തനാസിയോസ് പിതാവിനെ കാണാൻ ചെന്നപ്പോൾ, ആയിക്കോട്ടെ, മലങ്കരയുടെ മെത്രാൻ സ്ഥാനം നിനക്ക് തരാം, നിൻ്റെ പ്രായം എനിക്ക് തന്നാൽ മതി, അൺകോട്ട് എന്ന തിരുമേനിയുടെ വാക്കുകളിലൂടെ ഭാവിയുടെ നിധി കണ്ടെത്തുകയായിരുന്നു. ജബൽപൂർ ലിയോണാർഡോ തിയോളജിക്കൽ കോളേജിൽ നിന്നും BD ബിരുദവും പ്രിൻസ്റ്റൺ തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും THM ബിരുദവും അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ തിരുമേനി തൻ്റെ അറിവും അനുഭവവും ദൈവജനത്തിനും നാനാജാതി മതസ്ഥർക്കും പകർന്നു നൽകുവാൻ പരിശ്രമിച്ചിരുന്നു. മൂന്നാമതായി, സ്വാർത്ഥതയില്ലാത്ത മിഷണറിയും സഭാസ്നേഹിതയും ആയിരുന്നു പിതാവ്. ഒരു അധ്യാപകനായി മാത്രം തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്താൻ എല്ലാ സാധ്യതയുമുള്ളപ്പോൾ തന്നെ തൻ്റെ പ്രഥമ ദൗത്യം പ്രേക്ഷിത ശുശ്രൂഷയാണ് എന്ന കൃത്യമായ ബോധ്യം പിതാവിനുണ്ടായിരുന്നു. അധ്യാപകനായ വികാരിയച്ഛനായ അധ്യാപകനായും തിരുമേനി തൻ്റെ ശുശ്രൂഷകൾ സഭയിൽ നിർവഹിച്ചു. 1966 പുരോഹിതനായ തിരുമേനി മൈസൂർ ഇടവക വികാരിയായും മൈസൂർ സ്കൂളിൻ്റെ ഉത്തരവാദിത്വവും ഒരുപോലെ നിർവഹിച്ചത് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ മാതൃക പകർന്നുകൊണ്ടാണ്. വിദേശത്തെ ഉപരിപഠന കാലയളവിലാണ് ന്യൂയോർക്ക്, ബോസ്റ്റൺ, ഫിലാഡൽഫിയ എന്നീ സ്ഥലങ്ങളിൽ ഇടവകകൾ രൂപീകരിച്ചത്. ബോംബെ സാന്താക്രൂസ്, കോഴഞ്ചേരി സെൻറ് തോമസ് എന്നീ ഇടവകളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷയ്ക്ക് പുതിയ മാനം നൽകാൻ അദ്ദേഹം പരിശ്രമിച്ചു. തിരുമേനിയിലെ പ്രേക്ഷിത സ്വഭാവം കൂടുതൽ പ്രകടമാകുന്നത് 1980 മെയ് 1 മെത്രാനാകുന്നതോടുകൂടിയാണ്. അടൂർ മാവേലിക്കര ഭദ്രാസനം, കോട്ടയം റാന്നി ഭദ്രാസനം, കുന്നംകുളം മദ്രാസ് ഭദ്രാസനം, നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസനം, ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനം, ചെങ്ങന്നൂർ മാവേലിക്കര എന്നിവിടങ്ങളിലെ വൈവിധ്യമാർത്ത പ്രവർത്തനങ്ങൾ ആർക്കും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലും മിഷൻ പ്രവർത്തനങ്ങൾ, നരസപുരത്തെ മിഷൻ പ്രവർത്തനങ്ങൾ എന്നിവയും ആഫ്രിക്കയിലെയും ഓസ്ട്രേലിയയിലെയും ന്യൂസിലാൻഡിലെയും അമേരിക്കയിലെയുമൊക്കെ ദിയസ്പോറ കമ്മ്യൂണിറ്റികൾ എന്നിവ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന മേഖലകളാണ്. WCC, CCA, ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, വേൾഡ് വിഷൻ ഇന്ത്യ, വേൾഡ് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം കോൺഫറൻസ്, ബാംഗ്ലൂർ ECC, നാഷണൽ മിഷണറി സൊസൈറ്റി, ബൈബിൾ സൊസൈറ്റി എന്നിവയുടെ അംഗമായും പ്രസിഡൻ്റായും സെക്രട്ടറിയായും ഒക്കെ ചുമതല നിർവഹിച്ചുകൊണ്ട് തിരുമേനി സഭയുടെ മുഖമായി വർത്തിച്ചു. നിലയ്ക്കൽ എക്യുമേനിക്കൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി എക്യുമേനിക്കൽ രംഗത്തും സുദീർഘമായ സ്ഥാനം വഹിച്ചു എന്നത് സഭകൾ തമ്മിലുള്ള ബന്ധം വളർത്തുന്നതിനും സഭകൾക്കിടയിലെ പാലം പണിയുന്നതിനും ഇടയാക്കി. നാലാമതായി, ദൈവസ്നേഹവും പരസ്നേഹവും സമഞ്ജസമായി സമ്മേളിച്ച ഒരു ജീവിതമായിരുന്നു തിരുമേനിയുടേത്. അഭിവന്യ പിതാവിൻ്റെ ചിത്രങ്ങളിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് കൈകൂപ്പി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന രൂപമാണ്. പ്രാർത്ഥനയോടെ വെറുതെ ഇരിക്കുക മാത്രമല്ല, മനുഷ്യൻ്റെ കരം പിടിച്ചുകൊണ്ട് അവനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുവാൻ സാധിച്ചതിന് പിന്നിൽ പ്രാർത്ഥനയിലൂടെയുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. പദ്ധതികളുടെ തിരുമേനി, പാവങ്ങളുടെ തിരുമേനി, ലോക തൊഴിലാളി ദിനത്തിൽ വൈദികനായ വ്യക്തി എന്ന നിലയിൽ തൊഴിലാളികളുടെ തിരുമേനി, പ്രകൃതിയുടെ തിരുമേനി, മനസ്സലിവുള്ള പിതാവ്, സാധാരണക്കാരൻ്റെ തിരുമേനി, ദളിതൻ്റെ തിരുമേനി എന്നിങ്ങനെ വിവിധ പേരുകളിൽ തിരുമേനി അറിയപ്പെട്ടിരുന്നു. വിശ്വാസികൾക്ക് തിരുമേനി പഠിപ്പിച്ച സന്ദേശം വളരെ വ്യക്തമായിരുന്നു. വിശ്വാസം സജീവമായ സ്നേഹമാണ്. അത് പ്രാർത്ഥനയിലൂടെയും സേവനത്തിലൂടെയും കരുണയിലൂടെയും പ്രകടമാകേണ്ടതാണ്.
അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പുഞ്ചിരി, ആകർഷണകമായ വ്യക്തിത്വം, ഉറച്ച പ്രത്യാശ, എല്ലാറ്റിലും നിറഞ്ഞ നന്ദി, ഇവയെല്ലാം അദ്ദേഹത്തെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ എന്നും ദൈവത്തിൻ്റെ മക്കളുടെ സ്നേഹിതനെന്നും വിശേഷിക്കപ്പെട്ടിരുന്നു. ദൈവത്തിൻ്റെ ചങ്ങാതി മാത്രമല്ല, മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ചങ്ങാതിയായി മാറാൻ കാരണം തിരുമേനി അറിഞ്ഞ ദൈവസ്നേഹം മനുഷ്യരിലേക്കും പ്രകൃതിയിലേക്കും പകർന്നപ്പോഴാണ്. ആരെയും എപ്പോഴും സേവിക്കാനും സഹായിക്കാനുമുള്ള മനസ്സുള്ള വ്യക്തിയായിരുന്നു പിതാവ്. ആത്മീയതയുടെ ബാഹ്യപ്രകടനങ്ങളുടെ കാലഘട്ടത്തിൽ ബാഹ്യപ്രകടനങ്ങൾ ഒഴിവാക്കി ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും അകക്കാമ്പിൽ നിറച്ച മഹാത്മാവായിരുന്നു തിരുമേനി. പിതാവ് ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം തന്നെ അവയുടെ പ്രതിഫലനമായിരുന്നു. നിങ്ങൾക്കതെല്ലാം അറിയാം. കോട്ടയത്തുള്ള ആശാനികേതൻ, പത്തനംതിട്ടയിലെ വനിതാ ഹോസ്റ്റൽ, പിടവൂരിലെ ആശാഭവൻ, ന്യൂയോർക്കിലെ സീനായി സെൻറ്റർ, ക്യാൻസർ രോഗികൾക്കായുള്ള കരുതൽ പദ്ധതി, നിർധനരായ വിദ്യാർത്ഥികളുടെ പഠനത്തിനുള്ള ഹെൽപ്പ് പദ്ധതി, വിധവകൾക്കും വാർദ്ധക്യത്തിലെത്തിയവർക്കുമുള്ള മിവ മിനിസ്ട്രി, വിവാഹ സഹായത്തിനുള്ള വിസ പദ്ധതി, ദളിതരുടെ ഉന്നമനത്തിനായുള്ള DDP പദ്ധതി, വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റുഡൻസ് മിനിസ്ട്രി, സമർത്ഥരായ വിദ്യാർത്ഥികൾക്കുള്ള ബോധന പദ്ധതി, പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള ബോധനധാര, കൗൺസിലിംഗ് മിനിസ്ട്രി, ജയിൽ മിനിസ്ട്രി, പെൺമണിയിലെ സാധുസദനം, കിടങ്ങന്നൂരിലെ നവദർശൻ, കൊഴുവല്ലൂരിലെ ആരാമം, ഓതറയിലെ വികാസ്, തുമ്പമണ്ണിലെ ശ്രേയസ്, ലഹരി വിമോചന കേന്ദ്രം, ക്ലിനിക്കുകൾ, വൃദ്ധസദനങ്ങൾ എന്നിവ ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമറിയിക്കുന്ന കാരുണ്യ പ്രവൃത്തികളെയും ദൈവസ്നേഹത്തിൻ്റെയും പ്രായോഗിക മാനങ്ങൾ തന്നെയായിരുന്നു. നമ്മൾ ഇപ്പോൾ സമ്മേളിച്ചിരിക്കുന്ന ഈ തരംഗം മിഷൻ ആക്ഷൻ സെൻറ്റർ തന്നെ പിതാവിൻ്റെ ദർശനങ്ങളുടെ ജീവിക്കുന്ന സ്മാരകമാണ്. അഭിമന്യ തിരുമേനിയെക്കുറിച്ച് പങ്കുവച്ചതിൻ്റെ പകുതിയെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എൻ്റെ മെത്രാൻ സ്ഥാനം എത്ര മഹത്തരമാകുമായിരുന്നെന്ന് ഞാൻ ആശിക്കുകയാണ്. അതാണ് ആദ്യമേ പങ്കുവച്ചത്. എൻ്റേതായി ഈ ലോകത്തിലൊന്നുമില്ല, എല്ലാം ദൈവം നൽകിയതാണ്. അവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ ജീവിതം ആനന്ദപൂരിതമാകുമെന്ന ചിന്ത പിതാവിൻ്റെ ജീവിത ദർശനം തന്നെയാണ്. ഒരുപക്ഷെ പിതാവിൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന പുഞ്ചിരിക്ക് കാരണം പിതാവ് ജീവിച്ച ദൈവസ്നേഹത്തിലും മനുഷ്യസ്നേഹത്തിലും അധിഷ്ഠിതമായ സന്യാസം തന്നെയാണ്. ഒരു മെത്രാൻ സന്യാസിയാണല്ലോ. ആ സന്യാസ തീക്ഷ്ണതയിൽ നിന്നാണ് മാരാമൺ കൺവെൻഷന് വേണ്ടി പാട്ടുകൾ എഴുതി പാടുവാൻ സാധിച്ചത്. അനുഗ്രഹീത ഗായകനാണ് പിതാവ്. ശാന്തിതൻ കേദാരമേ നിന്നിൽ ശാന്തി തേടുന്നിത എന്ന ഗാനം പിതാവിൻ്റെ സ്വരത്തിൽ കേൾക്കുമ്പോൾ നാമും അറിയാതെ ശാന്തിയുടെ പ്രവാചകരായി മാറും. അതേസമയം വർത്തമാനകാലത്തിലെ ഗാനങ്ങളെ സരസമായി പാടി അവതരിപ്പിച്ചുകൊണ്ട് തൻ്റെ മുൻപിലിരിക്കുന്നവരെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. മാരാമൺ കൺവെൻഷനിൽ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി എന്ന പാട്ട് പിതാവ് പാടുമ്പോൾ മുന്നിലിരിക്കുന്നവർ പൊട്ടിച്ചിരിക്കുന്ന മനോഹരമായ ചിത്രം നമുക്ക് മറക്കാൻ സാധിക്കുമോ? പിതാവ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുടെ ചില വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സന്ദേശം അവസാനിപ്പിക്കാം. എന്നെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കാനും എന്നെ വിശ്വസിക്കുന്നവരെ നിരാശപ്പെടുത്താതിരിക്കാനും എന്നോട് ഏറ്റവും അടുത്തവരെ വേദനിപ്പിക്കാതിരിക്കാനും ദൈവമേ എന്നെ നീ സഹായിക്കണം. ഡോക്ടർ സക്കറിയാസ് മാർ തെയോഫിലോസ് തിരുമേനിയെ അനുസ്മരിക്കുമ്പോൾ വിശ്വാസം പ്രവൃത്തിയുമായി, പ്രത്യാശ സേവനവുമായി, ജ്ഞാനം കരുണയുമായി എങ്ങനെ സംഗമിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക നമ്മെ വിളിച്ചുണർത്തട്ടെ. ദൈവത്തിൽ വിശ്വസിച്ച് കരുണയോടെ ജീവിക്കാൻ, ഒരുമയും സമാധാനവും പകരാൻ, ദരിദ്രർക്കും അവഗണിക്കപ്പെട്ടവർക്കും പ്രത്യാശയായിരിക്കാൻ തിരുമേനിയുടെ ഓർമ്മകൾ ശാശ്വതമായിരിക്കട്ടെ.
അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെയും സഹോദരങ്ങളുടെയും സേവനത്തിനായി ചെലവഴിക്കാൻ നമ്മെ കരുത്താർജിപ്പിക്കട്ടെ. ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും നന്മ നൽകുന്ന, വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും വ്യക്തികളായി നമുക്ക് മാറാം. ദൈവം നമ്മുടെ കർത്താവായ യേശു മിശിഹാ വഴിയായി അതിന് സഹായിക്കട്ടെ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.